ഇടുക്കി തൊടുപുഴയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായ കേസിൽ ഒരു പ്രതിക്ക് 12 വർഷം കഠിന തടവ്. തൊടുപുഴ ബംഗ്ലാകുന്ന് സ്വദേശി വിനീഷ് വിജയനെയാണ് ഇടുക്കി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പെൺകുട്ടിയുടെ പുനരധിവാസത്തിന് 4 ലക്ഷം രൂപ നൽകാനും കോടതി വിധിച്ചു. മറ്റ് നിരവധി പേരും പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച 26 കേസുകളിൽ വിചാരണ അന്തിമഘട്ടത്തിലാണ്. തൊടുപുഴ ഞെട്ടിച്ച കുമാരമംഗലം പീഡനത്തിലെ 2ാമത്തെ കേസിലാണ് ശിക്ഷാവിധി. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനിടെ 17-കാരിയായ പെൺകുട്ടിയെ ഇതേ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന വിനീഷ് പലതവണ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. ഈ സ്ഥാപനത്തിലെ മറ്റു ചില ജീവനക്കാരും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. തുടർന്ന് ഗർഭിണിയായ പെൺകുട്ടി വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയതോടുകൂടിയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. തൊടുപുഴ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2017 മുതൽ 2022 വരെ പെൺകുട്ടിയെ വിവിധ ഇടങ്ങളിലെത്തിച്ച് നിരവധി ആളുകൾ പീഡിപ്പിച്ചു എന്നാണ് കണ്ടെത്തൽ. തുടർന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് 28 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ വിചാരണ പൂർത്തിയായ 2ാമത്തെ കേസിലാണ് വിധി പറഞ്ഞത്. പ്രതിക്കെതിരെ ബലാത്സംഗം, ലൈംഗികാതിക്രമം എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ വിനീഷ് വിജയൻ എന്ന പ്രതിക്ക് 12 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും ബഹുമാനപ്പെട്ട തൊടുപുഴ 1ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ശ്രീമതി ആഷ് കെ ബാൽ ശിക്ഷിക്കുകയുണ്ടായി. 4 ലക്ഷം രൂപ വിക്ടിം കോമ്പൻസേഷൻ കൊടുക്കുന്നതിനും കൂടാതെ വിക്ടിമിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി ആവശ്യമായ സംഖ്യ ലഭ്യമാക്കുന്നതിന് വേണ്ടി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ പ്രതി ഇതേ പെൺകുട്ടിയെ തന്നെ കൂട്ടബലാത്സംഗം ചെയ്തതിന് മറ്റൊരു കേസിൻ്റെ വിചാരണയും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഈ കേസിൽ പ്രതി മാനേജരായി ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ദിവസവേതനത്തിന് ജോലി ചെയ്തിരുന്നതായിരുന്നു ഈ കുട്ടി. അതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് ഈ കുട്ടിയെ റേപ്പ് ചെയ്തതിന് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ബലാത്സംഗ കുറ്റത്തിനാണ് പ്രതിയെ മിനിഞ്ഞാന്ന് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇന്ന് ഈ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 47ഓളം രേഖകളും അതുപോലെ തന്നെ മറ്റ് ശാസ്ത്രീയ തെളിവുകളും കോടതിയിൽ ഹാജരാക്കുകയുണ്ടായി. അങ്ങനെയാണ് ഈ കേസിൽ വിധി വന്നിട്ടുള്ളത്. ശൈശവ വിവാഹത്തിനിരയായ പെൺകുട്ടി മുത്തശ്ശിയുടെ സംരക്ഷണത്തിലിരിക്കുമ്പോഴാണ് പലതവണ പീഡനത്തിനിരയായത്. പെൺകുട്ടിയുടെ അമ്മയുടെയും മുത്തശ്ശിയുടെയും അറിവോടെ നടന്ന പീഡനമെന്നാണ് കണ്ടെത്തൽ. പ്രധാന സാക്ഷികളിലൊരാളായ മുത്തശ്ശി വിചാരണ വേളയിൽ കൂറുമാറിയിരുന്നു. ശൈശവ വിവാഹം ഉൾപ്പെടെ ശേഷിക്കുന്ന 26 കേസുകളിൽ വിചാരണ അവസാന ഘട്ടത്തിലാണ്. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.